ഇന്ന് പൂരാടമായി. ഒന്നിൽ കൂടുതൽ പൂക്കളങ്ങൾ ഇന്നു മുതലാണ് ഞങ്ങൾ ഇട്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലെ പൂക്കളും അങ്ങാടിയിലെ പൂക്കളും ഒന്നും തന്നെ വെറുതെ വിട്ടില്ല. എല്ലാത്തിനെയും ഞങ്ങൾ വാരി കൂട്ടിയെടുത്തു. അപ്പൊ തന്നെ അങ്ങാടി പൂക്കളിലെ ഒന്ന് രണ്ടെണ്ണം ചീഞ്ഞിരിക്കുന്നു. സാരമില്ല, ഈ അരളിക്കുട്ടന്മാരെ എനിക്ക് ആദ്യമായാണ് അങ്ങാടിയിൽ നിന്ന് കിട്ടിയത്. ദേ ഇത്രയും പൂവുണ്ട്. എനിക്കിന്ന് ഒരുപോലെ തന്നെ ആശങ്കയും ആവേശവുമുണ്ട്. ആവേശം മറ്റൊന്നിനും അല്ല, ഒന്നിൽ കൂടുതൽ പൂക്കളങ്ങളിടാം, ഒരുപാട് പൂക്കളെ ഉപയോഗിക്കാം, അത് തന്നെ. പക്ഷെ ആശങ്ക മറ്റൊന്നുമല്ല, ഇനി 2-3 ദിവസത്തിനുള്ളിൽ ഈ പൂവിടുന്ന ചടങ്ങ് അങ്ങ് തീരുമല്ലോ. ഓണം അങ്ങ് അവസാനിക്കും. അതുകൊണ്ട് ഒരു ചെറിയൊരു ആശങ്കയും ഉണ്ട്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാനായിട്ടുള്ള സമയം അങ്ങ് തികഞ്ഞില്ല. ഊട്ടിക്ക് പോയവര് ഇന്നിങ്ങ് തിരിച്ചെത്തും. നാളെ ഞങ്ങള് ഉത്രാടപ്പൂക്കളം തകർക്കും. വെയിലോ മഴയോ ഒന്നും ചതിക്കാതെ ഇന്ന് എന്റെ ആദ്യത്തെ പൂക്കളം റെഡി. ഇനി നമുക്ക് രണ്ടാമത്തെ തുടങ്ങാം. ആദ്യത്തെ പൂക്കളം വലുതും, രണ്ടാമത്തേത് അതിലും ചെറുതും, മൂന്നാമത്തേത് അതിലും ചെറുതും. അതിനുള്ള സ്ഥലമേ എന്റെ വീട്ടിലുള്ളൂ കേട്ടോ. എന്റെ കുട്ടിക്കാലത്ത് ഈ ഒരു സമയമാവുമ്പോൾ ഞങ്ങള് അച്ഛന്റെ വീട്ടിലേക്ക് വെക്കേഷന് വരും. തറവാടിന്റെ മുറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരു 10 പൂക്കളം ഇടാനുള്ള സ്ഥലമുണ്ട്. ഓരോ ദിവസവും കളം കൂട്ടി കൂട്ടി അമ്മാമ്മ ഞങ്ങൾ പേരക്കുട്ടികൾ എത്തുമ്പോഴത്തേക്കും 10 കളം ഇടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പേരക്കുട്ടികളെല്ലാം വളർന്നു വലുതായി അവർക്ക് മക്കളുണ്ടായി. എന്നാൽ പോലും ഞങ്ങളെ എല്ലാ ഓണത്തിനും എല്ലാ പേരക്കുട്ടികളും അവരുടെ കുട്ടികളും എല്ലാം കൂടി ഒത്തുചേരാറുണ്ട്. പഴമയെയും പാരമ്പര്യവും മറന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ആവില്ല. വരും തലമുറയും അതെല്ലാം പഠിക്കട്ടെ. അതല്ലേ മാവേലിയും ആഗ്രഹിച്ചത്.